പാഠം 9. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. വൈക്കം ബോട്ടുചട്ടിയിലും കായലോരത്തും വലിയ തിരക്ക്, എങ്ങും ബഹളം. മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഞാനും തിക്കിത്തിരക്കി ജനക്കൂട്ടത്തിൻ്റെ മുന്നിലെത്തി. ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ചേ കണ്ടു. ആയിരം കണ്ഠങ്ങളിൽ നിന്ന് ആ ശബ്ദമുയർന്നു, കടലിരമ്പുന്നത് മാതിരി. മഹാത്മാഗാന്ധിക്ക് ജയ്! അർത്ഥനഗ്നനായ ഫക്കീർ പല്ലുപോയ മോണ കാട്ടി ചിരിച്ചു. തൊടുകൈയോടെ കരക്കിറങ്ങി. തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹാശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി. വല്ലാത്ത ആരവം. ആ ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം. ലോകവന്ദ്യനായ മഹാത്മാവിനെ ഒന്ന് തൊടണം. ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണുപോകും എന്നെനിക്ക് തോന്നി. ആരെങ്കിലും കണ്ടാലോ? എനിക്ക് ഭയവും പരിഭ്രമവും ഉണ്ടായി. എല്ലാം മറന്നു. ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു. വീഴാൻ പോയതിനാൽ കൈത്തണ്ടിൽ പിടിച്ചു. ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു, ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന അനുഭവകഥയിൽ നിന്നുള്ള ഭാഗമാണ് ഇത്. സത്യാഗ്രഹ സമരത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമായിരുന്നു. അതാണ് നാം ഇപ്പോൾ കേട്ടത്. ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദ ദേശീയതയുടെയും തീവ്ര ദേശീയതയുടെയും കാലഘട്ടം നാം ചർച്ച ചെയ്തല്ലോ. ഗാന്ധിജിയുടെ വരവോടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം ആരംഭിച്ചു. 1919 മുതൽ 1947 വരെയുള്ള ഈ കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം, ഗാന്ധിയൻ ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ ആഗമനം, ഗാന്ധിജീസ് എൻട്രി ഇൻ ടു ദി നാഷണൽ മൂവ്മെൻറ്റ്. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിന് ശേഷം 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും അദ്ദേഹം രാജ്യത്തുടനീളം യാത്ര ചെയ്തു. ലളിത ജീവിതത്തിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാട്ടി. സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരുമായി സംവദിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യഗ്രഹം എന്ന പുതിയ സമരരീതി രൂപപ്പെടുത്തി. ആശയപ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. He devised a unique method of non-violent resistance known as Satyagraha. He established the Sabarmati Ashram at Ahmedabad in Gujarat for the propagation of his ideas. സത്യാഗ്രഹം. എന്താണ് സത്യാഗ്രഹം? സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു, എന്നാൽ തിന്മ ചെയ്യുന്നയാളിനെ വെറുക്കുന്നില്ല. തിന്മ ചെയ്യുന്നവൻ്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യാഗ്രഹി വിശ്വസിക്കുന്നു. സത്യാഗ്രഹ, വാട്ട് ഈസ് സത്യാഗ്രഹ? സത്യാഗ്രഹ മീൻസ് holding truth firmly. It is founded on the principle of non-violence. The Satyagrahi condemns sin but does not condemn the sinner. The Satyagrahi believes that the conscience of the sinner can be awakened. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം.
ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം. അതിൻ്റെ ഫലമായി കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വെള്ളക്കാർ നിർബന്ധിതരായി. The first strike led by Gandhiji in India was the Champaran Satyagraha in 1917. It was against the exploitation of the indigo farmers of Champaran in Bihar by the British planters. As a result, the British were compelled to adopt measures that brought relief to farmers. 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു അത്. In 1918, Gandhiji led another strike for the wage hike of cotton mill workers in Ahmedabad. It was the first hunger strike ever employed by Gandhiji in India. അതേ വർഷം തന്നെ, അതായത് 1918 തന്നെ ഗുജറാത്തിലെ ഖേഡയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു. In the same year, Kheda in Gujarat was struck by a natural calamity and there was an immense crop failure. The peasants of Kheda appealed to the British government for the tax relaxation. The appeal was rejected by the authorities and Gandhiji called for a strike for non-payment of tax. The strike of non-payment of tax. പൗര അവകാശത്തിന് വേണ്ടി ഗാന്ധിജി ചെയ്ത പ്രവർത്തനങ്ങൾ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാരോട് സ്വീകരിച്ച മനുഷ്യത്വരഹിതമായ പല നടപടികളും ജനങ്ങളുടെ വലിയ എതിർപ്പിന് കാരണമായി. ജനക്കൂട്ടത്തെ യന്ത്രത്തോക്കുകൊണ്ട് വെടിവയ്ക്കുക, ഫയറിംഗ് ഓഫ് മെഷീൻ ഗൺ ഇൻടു ക്രൗഡ്സ്, അറസ്റ്റ് ചെയ്ത ജനങ്ങളെ മുട്ടിലിഴയിക്കുക, അറസ്റ്റഡ് പീപ്പിൾ ഓർഡേർഡ് ടു ക്രൗൾ, ജനങ്ങളെ ജോഡികളാക്കി കൈവിലങ്ങ് അണിയിച്ച് പൊതുനിരത്തിൽ നിർത്തുക, ഹാൻഡ് കഫിംഗ് ഓഫ് പീപ്പിൾ ഇൻ പെയേഴ്സ് ആൻഡ് പരേഡിംഗ് ദം ഓൺ പബ്ലിക് റോഡ്സ്, ഇന്ത്യക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക, കമാൻഡറിംഗ് ഓഫ് വെഹിക്കിൾസ് ഓൺഡ് ബൈ ഇന്ത്യൻസ്, വഴിയാത്രക്കാരെ മുക്കാലിയിൽ കെട്ടി അടിക്കുക, ഫ്ലോഗിംഗ് മെൻ ഇൻ പബ്ലിക്, സ്വത്തുക്കൾ പിടിച്ചെടുക്കുക, കോൺഫിസ്കേഷൻ ഓഫ് പ്രോപ്പർട്ടി, സ്കൂളിലെ ഏറ്റവും വലിയ കുട്ടികളെ മറ്റു കുട്ടികളെക്കാൾ വലിപ്പമുണ്ട് എന്ന കാരണത്താൽ ചട്ടവാറടിക്കുക, ഫ്ലോഗിംഗ് ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്കൂൾ ബോയ്സ് ബിക്കോസ് ദേ ഹാപ്പൻഡ് ടു ബി ബിഗർ ദാൻ അതർ ബോയ്സ്, ഇന്ത്യക്കാരുടെ വീടുകളിലെ പങ്കകൾ അഴിച്ചുമാറ്റി വെള്ളക്കാർക്ക് നൽകുക, റിമൂവൽ ഓഫ് ഫാൻസ് ഫ്രം ഇന്ത്യൻ ഹോംസ് ആൻഡ് ഗിവിംഗ് ദം ഫോർ യൂസ് ടു യൂറോപ്യൻസ്, ആളുകളെ കൈവിലങ്ങണിയിച്ച് ഒന്നിച്ച് കയറുകെട്ടി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുക, ഹാൻഡ് കഫിംഗ് ആൻഡ് റോപ്പിംഗ് പീപ്പിൾ ടുഗദർ ആൻഡ് എക്സിബിറ്റിംഗ് ദം ഇൻ പബ്ലിക് പ്ലേസസ്. ഇതൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാരുടെ നേരെ നടത്തിയ അതിക്രമങ്ങൾ ആയിരുന്നു. ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ അവർ പാസാക്കി. അവയിൽ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ ഒന്നായിരുന്നു റൗലത്ത് നിയമം. ദ റൗലത്ത് ആക്ട് ട്രിഗേർഡ് മാസ് പ്രൊട്ടസ്റ്റ്. ഈ നിയമം ബ്രിട്ടീഷ് സർക്കാരിന് താഴെ പറയുന്ന അധികാരങ്ങൾ നൽകി. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് an Indian without any warrant. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ഡീറ്റെയിൻ എനി ഇന്ത്യൻ ഇൻഡെഫിനിറ്റ്ലി വിതൗട്ട് ട്രയൽ. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കണ്ടക്ട് ട്രയൽസ് ഇൻ സ്പെഷ്യൽ ട്രിബ്യൂണൽസ്.
കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഡിനൈ ദ റൈറ്റ് ഓഫ് അപ്പീൽ പെറ്റീഷൻ. ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. പീപ്പിൾ ഇൻറ്റൻസ്ലി ഒപ്പോസ്ഡ് ദി ആക്ട് ബൈ ഓർഗനൈസിംഗ് മാർച്ചസ്, ഹങ്കർ സ്ട്രൈക്സ്, ഡെമോൺസ്ട്രേഷൻസ്, പബ്ലിക് മീറ്റിംഗ്സ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഗാന്ധിജി കോൾഡ് ഫോർ എ കൺട്രി വൈഡ് പ്രൊട്ടസ്റ്റ് ഒബ്സർവിംഗ് 6th April 1919 ആസ് ബ്ലാക്ക് ഡേ. അഭൂതപൂർവമായ പ്രതികരണമാണ് ഈ ആഹ്വാനത്തിന് ലഭിച്ചത്. ദ ഹോൾ നേഷൻ റെസ്പോണ്ടഡ് വിത്ത് എ ഹിതർടു അൺസീൻ സെസ്റ്റ്. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി. 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാലമായ മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. നിരായുധരായ ജനങ്ങൾക്ക് നേരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പരം ജനങ്ങൾ വെടിയേറ്റ് മരിച്ചു. മുറിവേറ്റവർ അതിലേറെയായിരുന്നു. ശവശരീരങ്ങൾ നീക്കം ചെയ്യുവാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുവാനോ ദാഹജലം നൽകുവാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നു. ഇൻ പഞ്ചാബ്, ദ ലീഡേഴ്സ് ഓഫ് ദ പ്രൊട്ടസ്റ്റ്, Dr. Satyapal and Dr. Saifuddin Kichlu were arrested. A public meeting was held at Jallianwala Bagh in protest. Jallianwala Bagh was a spacious public ground surrounded by walls on 3 sides with a narrow exit. The British soldiers fired at the unarmed crowd. More than 1,000 people were killed and many more were injured. The army did not permit anyone to nurse the wounded, to give them water, or to remove the dead bodies. This dreadful event is known as the Jallianwala Bagh Massacre. ഇതിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകി. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ചു. ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. In protest of this Jallianwala Bagh massacre, Gandhiji relinquished the title Kaisar-e-Hind conferred by the British government. Rabindranath Tagore renounced the title of Sir conferred by the British. Countrywide protests were also organized. ജാലിയൻവാലാ ബാഗിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം അതിൽ ദൃക്സാക്ഷിയായിരുന്ന ഒരു ബാലൻ ഉദ്ധം സിംഗ് കൂട്ടം കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ ചെന്ന് വധിക്കുകയുണ്ടായി. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഖിലാഫത്ത് പ്രസ്ഥാനം. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അഥവാ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോക മുസ്ലിങ്ങളുടെ ആത്മീക നേതാവ് കൂടിയായിരുന്നു ഖലീഫ. 1-ാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും ആയിരുന്നു. ഇവർ അലി സഹോദരന്മാർ എന്ന് അറിയപ്പെടുന്നു. ദ സുപ്രീം ലീഡർ ഓഫ് ഉസ്മാനിയ ഓർ ദി ഒട്ടോമൻ എംപയർ ബേസ്ഡ് ഇൻ ടർക്കി വാസ് നോൺ ആസ് ഖാലിഫ്. The Caliph was also regarded as the spiritual leader of Muslims the world over. During the First World War, Turkey joined the alliance opposing Britain. The Khilafat movement
was formed to protest against the injustice done to the Caliph in the war by the British. Leaders of the Khilafat movement in India were Maulana Shaukat Ali and Maulana Muhammad Ali. They are known as the Ali brothers. റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു. Gandhiji believed that the Khilafat movement would strengthen the solidarity formed among the Hindus and Muslims during the Anti-Rowlatt Act movement. He extended his full support and cooperation to the movement. He accepted the presidentship of the All India Khilafat Committee. Khilafat Day was observed all over India on 17 October 1919. നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. The non-cooperation movement was a mass protest conducted by the Indian National Congress under the leadership of Gandhiji. It was the special session of the Indian National Congress held at Calcutta in 1920 that approved the non-cooperation movement. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിക്ക് ഇപ്രകാരം കത്തെഴുതി: ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശം ഉണ്ട്. From time immemorial of the subject to refuse to assist a ruler who misrules. The non-cooperative movement was carried out at two levels, by boycotting and through constructive programs. നിസ്സഹകരണ പ്രസ്ഥാനം 2 തരം കർമ്മപരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, ബോയ്ക്കോട്ടിംഗ്: വിദേശ വസ്ത്ര ബഹിഷ്കരണം, ബോയ്ക്കോട്ടിംഗ് ഫോറിൻ ക്ലോത്ത്സ്. നികുതി നിഷേധം, നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, റിസൈനിങ് ജോബ്സ് ആൻഡ് റിനൗൺസിങ് ഓണേഴ്സ്. കോടതി ബഹിഷ്കരണം, ബോയ്ക്കോട്ടിംഗ് കോർട്ട്സ്. അതോടൊപ്പം ക്രിയാത്മക പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിരുന്നു. ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദു മുസ്ലിം ഐക്യം. പോപ്പുലറൈസേഷൻ ഓഫ് ഖാദി, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം. ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ഐത്തോച്ചാടനം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ സ്കൂൾസ്, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. നിസ്സഹകരണ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള സമരമുറകളുമായി മുമ്പോട്ട് നീങ്ങി. മലബാർ കലാപം, മലബാർ റബലിയൻ. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു 1921 മലബാർ കലാപം. കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു. ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി. ഈ സമയത്താണ് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായത്. ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയും ഒരുമിച്ച് കേരളം സന്ദർശിച്ചു. The Malabar Rebellion in 1921 was a remarkable anti-British rebellion in Kerala. The tenants of Malabar faced several acts of injustice from the landlords like
eviction from agricultural land, imposition of heavy taxes, and an affordable share of the net agricultural produce. That means partam. The British officials supported such actions of the landlords. This coincided with the non-cooperation movement and the Khilafat movement becoming active in Kerala. Gandhiji visited Kerala with Maulana Shaukat Ali. ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. കർഷകരിൽ അധികവും മാപ്പിളമാർ അഥവാ മുസ്ലിങ്ങൾ ആയിരുന്നു. The Khilafat movement and the annual Congress session at Manjeri in 1920 created an awakening among the farmers. Majority of the farmers were Mappilas or Muslims. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു. ഇതോടെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോഷം ആളിക്കത്തി. കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. At the peak of the anti-British and anti-landlord resentment, the people detained the police who arrived to arrest വടക്കേ വീട്ടിൽ മുഹമ്മദ്, the then secretary of the Pukotur Khilafat Committee. There also spread a rumor that Ali Musliar, a leader of the Khilafat movement, was arrested. It led to the outbreak of rebellion in the taluks of Eranad, Valluvanad and Ponnani. The rebels were also furious at the landlords who assisted the British. The leaders Ali Musliar and വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി were executed by the British. വാഗൺ ട്രാജഡി, വാഗൺ കൂട്ടക്കൊല. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ ചരക്ക് തീവണ്ടിയിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരേക്ക് കൊണ്ടുപോയി. വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണനു വേണ്ടി പിടഞ്ഞു. മരണവെപ്രാളത്തിൽ അന്യോന്യം മാന്തിപ്പറിക്കാൻ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിലെത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവം വാഗൺ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നു. ജന്മിത്തൂതനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തി. Around 90 fighters who had been arrested in the Mappila rebellion were dispatched to Coimbatore from Tirur railway station, stuffed into a freight or goods wagon. Gasping for air, they clawed at each other in tormenting agony. By the time the wagon reached Podannur near Coimbatore, 72 had died and the rest were struggling to stay alive. This inhuman event that happened on 10th November 1921 is known as the Wagon Tragedy. The British brutally suppressed the mass movements against landlordism and unjust administration. ചൗരി ചൗര സംഭവം, ചൗരി ചൗര ഇൻസിഡന്റ്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുശ്ചര്യകൾക്കെതിരെ 1922 കർഷകർ സംഘടിച്ചു. 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. കോപാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം അഹിംസ സമരതത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ
നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവയ്ക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. In 1922, the farmers of Chauri Chaura village in Uttar Pradesh organized a demonstration against the harsh measures of the British. The police opened fire at the procession of around 3,000 unarmed farmers. The angry mob retaliated by burning down the police station, which resulted in the death of 22 policemen. Gandhiji called off the non-cooperation movement completely as the incident violated the principles of non-violent resistance. വൈക്കം സത്യാഗ്രഹ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെയും വേദിയായി ദേശീയ പ്രസ്ഥാനം മാറി. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് 1924 വൈക്കം സത്യാഗ്രഹം. ഇതിന്റെ ഭാഗമായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ പ്രസിദ്ധമാണ്. പൊതു ഇടങ്ങളിലെ അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇത്. സമരത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം നാം നേരത്തെ കേട്ടല്ലോ. The national movement evolved into a platform that opposed social inequalities and strengthened the freedom struggle. The Avarnas were not allowed to use the public roads around the Vaikam temple. The Vaikam Satyagraha in 1924 urged for freedom of movement along these public roads for all sections of the society. In connection with the Satyagraha, Mannat Padmanabhan led the famous Savarna Jatha. Vaikam Satyagraha was a remarkable movement in India against the practice of untouchability in public places. In the beginning, we have earlier heard the visit of Gandhi to Vaikam to support this Satyagraha. Savarna Jatha. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1924 നവംബർ 1 സവർണരെ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്രനടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതു ലക്ഷ്മിഭായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. അതായിരുന്നു സവർണ ജാഥ. തൂക്കുകയറിനെ ഭയക്കാത്ത ധീരന്മാർ, ദ ഫിയർലെസ് ഓഫ് ദി ഹാങ്മാൻസ് റോപ്പ്. ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങളും, അതായത് ആയുധം കൊണ്ടുള്ള സമരങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നു. അത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരാണ് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് മുതലായവർ. ഇവർ രൂപീകരിച്ച സംഘടനയായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. Parallel to Gandhian strategies, several armed struggles were also organized during this period. Leaders like Chandrasekhar Azad, Bhagat Singh, Rajguru and Sukhdev formed the Hindustan Republican Association that aimed at preparing the youth for freedom struggle. They became martyrs for the cause. ഉപ്പ് സത്യാഗ്രഹം. ഒരു നുള്ളുപ്പ് ഒരു സാമ്രാജ്യത്തെ ഉലയ്ക്കുന്ന കാഴ്ച. എ പിഞ്ച് ഓഫ് സോൾട്ട് ചലഞ്ചസ് ആൻ എംപയർ. 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഉപ്പുണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു. ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയത് ജനരോഷം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തി ആർജിക്കും എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ഈ ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു.
The Congress session held at Lahore in 1929 decided to launch the civil disobedience movement under the leadership of Gandhiji. The aim of the movement was to disobey the unjust laws imposed by the British government. The Indians had to pay tax for making salt. The doubling of the salt tax by the British government fueled the wrath of the people. Gandhiji realized that salt can be used as a weapon to organize a stronger mass movement. He decided to disobey the salt law. സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു: ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. Declaring the salt satyagraha, Gandhiji said, "Either I shall return with what I want, or my dead body will float in the ocean." Accompanied by 78 followers, Gandhiji set out from the Sabarmati ashram and reached Dandi beach by marching 375 kilometers on foot. 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് നിയമലംഘന സമരത്തിന്റെ പ്രതീകമായി മാറി. On 6th April 1930, he launched the civil disobedience movement by taking a handful of salt. Thus, salt came to symbolize the civil disobedience movement in the Indian freedom movement. ദണ്ഡി യാത്രയിലെ മലയാളികൾ: സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ and രാഘവ പൊതുവാൾ were the Keralites who participated in the salt satyagraha with Gandhiji. പാഠം 9. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. വൈക്കം ബോട്ടുചട്ടിയിലും കായലോരത്തും വലിയ തിരക്ക്, എങ്ങും ബഹളം. മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഞാനും തിക്കിത്തിരക്കി ജനക്കൂട്ടത്തിൻ്റെ മുന്നിലെത്തി. ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ചേ കണ്ടു. ആയിരം കണ്ഠങ്ങളിൽ നിന്ന് ആ ശബ്ദമുയർന്നു, കടലിരമ്പുന്നത് മാതിരി: മഹാത്മാഗാന്ധിക്ക് ജയ്. അർത്ഥനഗ്നനായ ഫക്കീർ പല്ലുപോയ മോണ കാട്ടി ചിരിച്ചു. തൊടുകൈയോടെ കരക്കിറങ്ങി. തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹാശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി. വല്ലാത്ത ആരവം. ആ ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം: ലോകവന്ദ്യനായ മഹാത്മാവിനെ ഒന്ന് തൊടണം. ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണുപോകും എന്നെനിക്ക് തോന്നി. ആരെങ്കിലും കണ്ടാലോ? എനിക്ക് ഭയവും പരിഭ്രമവും ഉണ്ടായി.